കൊയിലാണ്ടി നഗരസഭയും വനം വന്യജീവി വകുപ്പ് കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അണയല കണ്ടൽ മ്യൂസിയത്തിന് സമീപം നടന്ന പരിപാടി വൃക്ഷത്തൈ നട്ടുകൊണ്ട് MLA കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭയും വനം വന്യജീവി വകുപ്പ് കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനും സംയുക്തമായി ആചരിച്ച പരിസ്ഥിതി ദിനാചരണത്തിൽ നഗരസഭാ പരിധിയിലെ പുഴയോരങ്ങളെ മണ്ണിടിച്ചിൽ നിന്നും പ്രതിരോധിക്കുന്നതിനായി 1000 മുളത്തൈകൾ പുഴയോരങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്കും തുടക്കമായി. വൃക്ഷത്തൈകളായ നീർമരുത്, തേക്ക്, ഊങ്ങ്, പൂവരിശ്, കണിക്കൊന്ന, ഇലഞ്ഞി, പേരക്ക, ചന്ദനം, സീതപ്പഴം, ഉറുമാമ്പഴം, വേങ്ങ എന്നിവയും നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിച്ചു. അണയല കണ്ടൽ മ്യൂസിയത്തിന് സമീപം നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനവും വൃക്ഷത്തൈകളുടെ വിതരണവും മുൻ കൗൺസിലർ PV മാധവന് നൽകി MLA കാനത്തിൽ ജമീല നിർവഹിച്ചു. ജനകീയ കൂട്ടായ്മയിലൂടെയും വനവൽക്കരണത്തിലൂടെയും മാത്രമേ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും നമുക്ക് കിട്ടിയ ഭൂമിയേക്കാൾ മെച്ചപ്പെട്ട ഭൂമിയെ വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിയണമെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഫോറസ്ട്രി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NK ഇബ്രാഹിം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K ഷിജു മാസ്റ്റർ, KA ഇന്ദിര, നിജില പറവക്കൊടി, C പ്രജില തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ മൈതാനത്തും മരം നട്ടു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ ശോഭീന്ദ്രൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വൃക്ഷത്തൈ നട്ടത്. കോളേജ് മുൻ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് മാത്യു വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MP മനോജ്, MK അനൂപ്, K ഷൈജു, P ഗീത, PO ജേക്കബ്, MP അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ.